ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം വർഷ തൻ്റെ രണ്ട് ഡ്രസ്സ് എടുത്ത് രേവതിയുടെ അടുത്ത് അലക്കാനായി കൊടുക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ശ്രുതിയുടെ ഒരു ഷർട്ട് അലക്കിയിടണമെന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. രേവതിയോടായി പ്രത്യേകം പറയുന്നുണ്ട്, ഇത് വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ട കേട്ടോ, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാൽ മതി. വില കൂടിയ ഷർട്ടായതുകൊണ്ട് ഞാനിത് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കേണ്ട താമസം രേവതി പറയുകയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. ശ്രുതിയുടെ ഷർട്ട് കഴുകാനും ശ്രുതിയുടെ കാര്യങ്ങൾ നോക്കാനും എന്നെക്കൊണ്ട് പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ നീ അവൻ്റെ ഷർട്ട് കഴുകിയിട്ടോ, നീ അവൻ്റെ ഭാര്യയല്ലേ. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് രേവതി. ഈ സംസാരം കേട്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? അപ്പോൾ ശ്രുതി പറയുകയാണ്, ആൻറ്റി, ഞാൻ രേവതിയോട് ശ്രുതിയുടെ ഷർട്ട് അലക്കിടാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ നല്ല ബിസിയാണ്, ഒരു കസ്റ്റമറിനെ പോയി കാണേണ്ടതുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവളോടൊന്ന് പറഞ്ഞതാ. അപ്പോൾ പറയുന്നു ശ്രുതിയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവൾക്ക് പറ്റില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ശ്രുതിയുടെ ഷർട്ട് അലക്കിയിട്ടാൽ നീ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും തുണി അലക്കിയിടുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ശ്രുതിയുടെയും കൂടെ ഷർട്ട് അലക്കിയിടാൻ നിനക്ക് എന്താ പ്രശ്നം? എന്നാൽ രേവതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ശ്രുതിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് ആകില്ല. ശ്രുതിയുടെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഇത് കേൾക്കുമ്പോൾ വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്ത് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇത്? ചേച്ചി എന്തൊക്കെ ജോലിയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്? ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് ചേച്ചിയല്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും ആൻറ്റിയും കൂടെ ചേച്ചിയെ തുണി അലക്കാൻ സഹായിക്ക്. ആ കൂട്ടത്തിൽ ശ്രുതിയുടെ ഷർട്ടും കൂടി അലക്കിയിട്ടോ. വർഷയുടെ ഈ സംസാരം കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വർഷയോട് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. എങ്കിലും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്, ഇവൾക്ക് അതിനു മാത്രം ഇവിടെ എന്ത് പണിയാ ഉള്ളത്? പിന്നെ ഈ അലക്കലും പിഴിയലുമൊക്കെ ഇവൾക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇവൾ തന്നെ ചെയ്തുകൊള്ളും. ശ്രുതിയാണെങ്കിലും രേവതിയെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, അതേ വർഷ, ഇവൾ നമ്മളെപ്പോലെയൊന്നും അല്ലല്ലോ. നമ്മൾക്കാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകണം, പിന്നെ വൈകിട്ടായിരിക്കും വരുന്നത്. അപ്പോഴേക്കും നല്ല ക്ഷീണം പിടിക്കും. ഇവൾക്കിവിടെ നല്ല സുഖമല്ലേ? ഇവിടുത്തെ ജോലിയൊക്കെ തീർന്നാൽ പിന്നെ ഇവൾക്കിവിടെ സുഖമായിട്ട് ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. നമ്മൾ അതുപോലെയാണോ? ഇങ്ങനെ പറയുമ്പോൾ വർഷ തിരിച്ചു പറയുകയാണ്, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നേ? ഒരു ജോലി നിസ്സാരമായി കാണരുത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ വിഷമമുണ്ട്. അടുക്കള ജോലിയും വീട്ടുജോലിയും ഒക്കെ നല്ല പ്രയാസപ്പെട്ട ജോലി തന്നെയാണ്. ഈ ജോലി പുറത്തു പോയിട്ട് രേവതി ചേച്ചി ചെയ്തിരുന്നെങ്കിൽ എത്ര സമ്പാദിക്കായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ, ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് രേവതി ചേച്ചി തന്നെയാണ്. ചേച്ചിയെ സമ്മതിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ഓരോ ദിവസവും ചെയ്യുന്നേ? ചേച്ചി ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വർഷ തൻ്റെ റൂമിലേക്ക് പോയിട്ട് പേഴ്സിൽ നിന്ന് ഒരു 5000 രൂപ എടുത്തു വരികയാണ്. എന്നിട്ട് ആ 5000 രൂപ രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് രേവതിയോട് ഇത് വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. രേവതി എന്തിനാ ഈ പൈസ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അത് ചേച്ചിക്കും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ, അതുപോലത്തെ ആവശ്യങ്ങൾക്ക് ചേച്ചിക്ക് ഇത് ഉപകരിക്കും. അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ ഇത് വെക്കുമെന്ന് വർഷ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, നീ എന്താ വർഷേ, എന്നെ വേലക്കാരിയാക്കാൻ നോക്കുകയാണോ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നുമല്ല. ചേച്ചിയുടെ കാര്യങ്ങൾക്ക് പൈസ വേണ്ടേ? ഞങ്ങളാണെങ്കിൽ ജോലിക്കും പോകുന്നുണ്ട്, ശമ്പളവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ മാസവും ചേച്ചിക്ക് ഞാൻ കുറച്ച് പോക്കറ്റ് മണി തരാൻ തീരുമാനിച്ചു. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം എനിക്കറിയാം. കിട്ടുന്നത് മുഴുവൻ കുടിക്കാൻ മാത്രമല്ലേ തികയുള്ളൂ. അതുകൊണ്ട് ചേച്ചിയുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഇനി എല്ലാ മാസവും ഞാൻ ചേച്ചിക്ക് പൈസ തരും. അന്ന് ചന്ദ്രമതി ആൻറ്റിക്ക് ശ്രുതി ചേച്ചി പൈസ കൊടുത്തില്ലേ? അതുപോലെ ഞാനും എല്ലാ മാസവും എൻ്റെ ചേച്ചിക്കും പൈസ തരും. എൻ്റെ ചേച്ചിക്ക് തന്നെയാണ് ഈ പൈസ തരുന്നേ. അതുകൊണ്ട് ചേച്ചി ഈ പൈസ വാങ്ങുന്ന വർഷ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയെ നോക്കി മനസ്സിൽ കരുതുകയാണ്, ഇനി ഇവളെങ്ങാനും എന്നെ വേലക്കാരിയെ പോലെ കണ്ടാണോ പൈസ തന്നത്? ആ രീതിയിലാണ് ചന്ദ്രമതി ശ്രുതിയെ നോക്കിയത്. ഇത് മനസ്സിലാക്കിയ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആൻറ്റിയെ വേലക്കാരിയെ പോലെ കണ്ടിട്ടൊന്നുമില്ല പൈസ കൊടുത്തത്. എൻ്റെ പാർലറിൽ കിട്ടുന്നതിൻ്റെ ചെറിയൊരു വരുമാനം ആൻറ്റിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് കരുതി. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ആൻറ്റിക്ക് കൊടുത്തത്. അപ്പോൾ വർഷയും പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് രേവതി ചേച്ചിക്ക് കൊടുത്തത്. ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിക്ക് പൈസ കൊടുക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. വർഷയുടെ മമ്മി 50 പവൻ സ്വർണം കൊണ്ടുവന്ന് വർഷയ്ക്ക് കൊടുത്തപ്പോൾ ചന്ദ്രമതിക്ക് വർഷയോട് നല്ല സ്നേഹം തോന്നി. അപ്പോൾ ചന്ദ്രമതി ഇനി വർഷയെ കൂടുതൽ സ്നേഹിക്കുമോ? തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന
എല്ലാ വിലയും ഇല്ലാതാകുമോ എന്നുള്ള ടെൻഷനും ആകുലതയും കൊണ്ടാണ് ശ്രുതി ചന്ദ്രമതിക്ക് പൈസ കൊടുക്കുന്നത്. അങ്ങനെ വർഷ കൊടുത്ത പൈസ രേവതി വാങ്ങുന്നുണ്ട്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് രേവതി അത് വാങ്ങുന്നത്. അങ്ങനെ പൈസയും കൊടുത്ത് വർഷ അവിടുന്ന് പോകുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയുമൊക്കെ ഒരുപാട് ദേഷ്യത്തോടെ രേവതിയെ നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തിനാ അവളെ സോപ്പിട്ട് കൂടെ കൂട്ടിയതെന്ന്. വർഷമോൾ കോടീശ്വരിയല്ലേ, അവളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് അത് അതിനല്ലേടി എന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, രേവതി നീ വീട്ടിലെ വെറും വേലക്കാരിയാ, ഇനിയും മാസാമാസം വർഷ ശമ്പളം പോലെ പൈസ തരും. എനിക്കാ തെറ്റ് പറ്റിയത്. ഞാൻ ഈ ഷർട്ട് അലക്കാൻ നിന്നെ ഈ സമയത്ത് വിളിക്കല്ലായിരുന്നു. ആ സമയത്ത് നിനക്ക് കുറച്ചും കൂടി പൈസ തന്നിട്ട് വേണമായിരുന്നു വിളിക്കാൻ. അപ്പോൾ നീ ഇത് എനിക്ക് അലക്കി തന്നേനെ. ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചന്ദ്രമതിയും ശ്രുതി ഇങ്ങനെ രേവതിയെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടുമ്പോൾ വളരെ സങ്കടത്തോടെ രേവതി കരയുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ രേവതിയെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യിപ്പിച്ച് രേവതി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്നും ഗത്യന്തരമില്ലാതെയാവുമ്പോൾ രേവതി ഇവിടുന്ന് സച്ചിയെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമല്ലോ എന്നും അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ശല്യം ഈ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്നും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ രേവതിയെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തണമെന്നും ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയോടായി ചന്ദ്രമതി പറയുകയാണ്, നീ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങണം. ചിക്കനും മട്ടനും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ. ശ്രുതിക്കാണെങ്കിൽ മീൻകറി വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നല്ല മീനും വാങ്ങിച്ചോ. നല്ല മീൻകറി തന്നെ ശ്രുതിക്കായി നീ ഉണ്ടാക്കണം. പിന്നെ വർഷയ്ക്ക് ചെറിയ കോൾഡൊക്കെയുണ്ട്, തൊണ്ടവേദനയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നല്ല ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിക്കോ. ശ്രുതിക്കാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും, ശ്രീകാന്തിനാണെങ്കിൽ അത് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അത് മതി. പിന്നെ എനിക്കും രവിയേട്ടനും വേണ്ടി ചീരക്കറിയും വെക്കണം. അങ്ങനെ ചന്ദ്രമതിയുടെ ആജ്ഞകളെല്ലാം കേട്ട് രേവതി തന്നെയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ മാർക്കറ്റിൽ അലഞ്ഞു നടന്ന് കഷ്ടപ്പെട്ട് ആകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് രേവതി വരുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇത്ര ജോലിയും കൂടി പറഞ്ഞത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ പറഞ്ഞു, പക്ഷേ സച്ചിയേട്ടൻ്റെ ഇഷ്ടങ്ങൾ മാത്രം അമ്മ പറഞ്ഞില്ല. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അവനെന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊള്ളും, ഞാൻ പറഞ്ഞത് കേൾക്ക്, ജോലിയെല്ലാം ചെയ്യ്, അവർ വരുന്നതിന് മുമ്പേ എല്ലാം റെഡിയാക്കണം. പാവം രേവതി എല്ലാവർക്കുമുള്ള പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വെള്ളവും കുടിച്ച് അടുക്കളയിൽ നിന്ന് വരുമ്പോഴായിരിക്കും ചന്ദ്രമതി അലക്കാനുള്ള ഒരു ലോഡ് തുണിയെടുത്ത് രേവതിയുടെ മുഖത്തേക്ക് എറിഞ്ഞിടുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ ആജ്ഞാപിക്കുകയാണ്, നീ ഇതുകൂടി അലക്ക്. രേവതിയാണെങ്കിൽ അതും അപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും എല്ലാം കഴിഞ്ഞ് രേവതി ഒരിടത്തൊന്ന് ഇരിക്കാമെന്ന് തുടങ്ങുമ്പോഴാണ് അടുത്ത ജോലിയും കൊണ്ട് ചന്ദ്രമതി വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ചന്ദ്രമതി രേവതിയെ കഷ്ടപ്പെടുത്തുകയാണ്. സച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് വന്നത്. അപ്പോഴും രേവതിയുടെ ജോലിയൊന്നും കഴിഞ്ഞില്ല. അടുക്കളയിൽ തന്നെയാണ് രേവതി. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നിന്റെ ജോലിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, ഈ പാത്രം കൂടി കഴുകി വെക്കാനുണ്ടെന്ന് രേവതി പറയുമ്പോൾ ശരിയെന്ന് സച്ചി പറയുകയാണ്. സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ചോറെടുത്ത് വെക്കട്ടെ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പുറത്തുനിന്നും കഴിച്ചു, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം മതി. അങ്ങനെ പറഞ്ഞ് സച്ചി റൂമിലോട്ട് പോവുകയാണ്. രേവതിയാണെങ്കിൽ പാത്രമെല്ലാം കഴുകി വെച്ച് സച്ചിക്ക് വെള്ളവുമായി സച്ചിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് മറുപടി പറയുന്ന രേവതി, ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി, പിന്നെ വർഷയ്ക്ക് ചിക്കൻ സൂപ്പും, ശ്രുതിക്കും ശ്രീകാന്തിനും വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും, പിന്നെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ചീരക്കറിയും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ നിനക്കിഷ്ടപ്പെട്ട എന്താണ് നീ ഉണ്ടാക്കിയതെന്ന് സച്ചി ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ബാക്കി ഭാഗം കഴിച്ചു, എനിക്കത് മതിയെന്ന് പറയുകയാണ് രേവതി. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കണം. വീടെല്ലാം അടിച്ചു തുടയ്ക്കാനുള്ള ഒരു വേലക്കാരി മാത്രമല്ലേ, എനിക്കായിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ? വർഷയ്ക്കും ശ്രുതിക്കുമൊക്കെ ജോലിയുണ്ടല്ലോ, എനിക്ക് മാത്രമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആ സ്ഥാനം മാത്രമല്ലേ ഇവിടെ കിട്ടുകയുള്ളൂ. രേവതിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സച്ചി
ചോദിക്കുകയാണ്. നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വീട്ടുജോലിയൊക്കെ നീ മാത്രം ചെയ്യാതെ അത് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്? പിന്നെ നീ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. നീ വന്നപ്പോൾ അമ്മ അതിനെ പറഞ്ഞു വിട്ടു. എന്തായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നിന്നെ പണിയെടുപ്പിച്ച് അമ്മ ഒരു പരുവമാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വേലക്കാരിയെ വെക്കണമെന്ന് ഞാൻ അച്ഛനോട് പറയാൻ പോകുക. എനിക്കാണെങ്കിൽ ഒരു ജോലിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് സാരമില്ല സച്ചിയേട്ടാ, എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി കിടക്കുകയാണ്. എന്നാൽ രേവതി തിരിഞ്ഞു കിടന്ന് കരയുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. രേവതിയുടെ അവസ്ഥ മനസ്സിലാക്കി സച്ചി മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. രേവതിക്ക് കുഞ്ഞു പൂക്കട ഇട്ട് കൊടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കുഞ്ഞു പൂക്കട വീടിന് മുന്നിൽ സച്ചി സെറ്റ് ചെയ്യുകയാണ്. സർപ്രൈസ് ആയിട്ടാണ് സച്ചി രേവതി അത് കാണിച്ചു കൊടുക്കുന്നത്. ചന്ദ്രമതിയുടെ പേരാണ് സച്ചി പൂക്കടയിൽ ഇട്ടിരിക്കുന്നത്. ചന്ദ്രമതിക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്.